നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. എന്നും വിവാദങ്ങൾ സുരേഷ് ഗോപിയുടെ പിറകെ വന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറേ നാളുകളായി സുരേഷ് ഗോപി വിവാദത്തിൽ നിന്ന് മുക്തമേയല്ല. അതിന് കാരണം സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയമാണ്. കേരളത്തിലെ ഇടതുപക്ഷ അനുകൂലികളായ മാധ്യമപ്രവർത്തകരും ഇടതുപക്ഷവും ചേർന്ന് വല്ലാതെ വേട്ടയാടുകയാണ് സുരേഷ് ഗോപി. ആ വേട്ടയാടലിൻ്റെ ഫലം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരു ആളെ പിന്തുടർന്ന് എന്ന് വേട്ടയാടി ചിലർക്കെങ്കിലും അദ്ദേഹത്തോട് സഹതാപം പോലും ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. BJPയുടെ രാഷ്ട്രീയ വോട്ടുകളോടൊപ്പം കേരളത്തിൽ നമുക്കറിയാം BJPക്ക് ജയിക്കാൻ വേണ്ടുന്ന ഒരു വോട്ട് പെർസെൻറ്റേജ് ഇല്ല. എന്നാൽ ആ വോട്ടുകളോടൊപ്പം ഈ സഹതാപ തരംഗം ചേർന്ന വോട്ടുകൾ കൂടി, അല്ലെങ്കിൽ ഇത്തവണത്തെ മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് വോട്ടുകൾ, ഒപ്പം അദ്ദേഹത്തോട് തോന്നുന്ന സഹതാപം അദ്ദേഹത്തെ വല്ലാണ്ട് ഉപദ്രവിക്കുന്നുണ്ട് എന്നും അദ്ദേഹത്തിൻ്റെ സത്യസന്ധതയും ജനോപകാര പ്രവർത്തനങ്ങളും ഒക്കെ എല്ലാവർക്കും അറിയാം. ഇന്നലെ മുതൽ തന്നെ നമുക്കറിയാം സുനിൽകുമാറിൻ്റെയും VS സുനിൽകുമാർ തോറ്റുപോയി VS സുനിൽകുമാറിൻ്റെ അപദാനങ്ങൾ പാടിപ്പുകഴ്ത്തുന്ന ചില ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ തൃശ്ശൂരിൽ നിന്ന് വന്നു തുടങ്ങിയിട്ടുണ്ട്. ജനകീയനായ VS സുനിൽകുമാറും അതുപോലെ തന്നെ രവീന്ദ്രനാഥുമൊക്കെ പരാജയപ്പെട്ടതിനെ തുടർന്ന് അദ്ദേഹത്തെക്കുറിച്ചൊക്കെ ഇത്രയും ജനകീയനായവർ എങ്ങനെയാണ് പരാജയപ്പെട്ടതെന്ന് ചോദിച്ചുകൊണ്ടൊക്കെ പലതരത്തിലുള്ള സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ പലതരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. സുരേഷ് ഗോപി ജയിച്ചപ്പോൾ മുതൽ, ജയിക്കുന്നതിന് മുമ്പും സുരേഷ് ഗോപി ജയിച്ചപ്പോഴുമൊക്കെ വലിയ പ്രതിസന്ധിയാണ് മാധ്യമപ്രവർത്തകർക്കടക്കമുള്ളത്. കാരണം എങ്ങനെയാണ് ഇതിനെ ന്യായീകരിക്കാൻ കഴിയുക, അല്ലെങ്കിൽ എങ്ങനെയാണ് സുരേഷ് ഗോപിയെ ഈ വിജയത്തെ ഇകഴ്ത്തി കാണിക്കുക എന്നുള്ളതാണ് അവരുടെ മുന്നിലുള്ള പ്രതിസന്ധി. ഏതായാലും സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായിരിക്കുന്നു. ഇപ്പോൾ കേന്ദ്ര സഹമന്ത്രി സ്ഥാനം കിട്ടിയതുകൊണ്ട് അദ്ദേഹം അതൃപ്തനാണ്, അതുകൊണ്ട് രാജിവെക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നു. ഏതായാലും തെരഞ്ഞെടുപ്പിന് ശേഷവും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അദ്ദേഹം ജയിച്ചു കഴിഞ്ഞ് അദ്ദേഹം പലരോടും പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല മാധ്യമങ്ങളുടെ അടക്കം മുന്നിൽ വന്ന് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. തനിക്ക് സിനിമ കൂടി ചെയ്യണം എന്ന കാര്യം അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞതാണ്. അതിന് കാരണം എന്താണെന്ന് കൃത്യമായി തന്നെ നമുക്ക് അറിയുന്നതുമാണ്. കാരണം ഏറ്റവും കൂടുതൽ ജനോപകാര പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു സാമൂഹ്യ പ്രവർത്തകൻ കൂടിയാണ് സുരേഷ് ഗോപി. അദ്ദേഹത്തിൻ്റെ ജനോപകാര പ്രവർത്തനങ്ങൾക്ക് നമ്മൾ വാഴ്ത്തിപ്പാടുന്ന നന്മമരങ്ങളെ പോലെയല്ല അദ്ദേഹം ഇത്രയും കാലം പ്രവർത്തിച്ചത്. വാഴ്ത്തിപ്പാടുന്ന നന്മമരങ്ങളെല്ലാം തന്നെ കോടികളും ലക്ഷങ്ങളും കോടികളും ഒക്കെ ഉണ്ടാക്കി മറ്റുള്ളവരിൽ നിന്ന് പിരിച്ചെടുത്തുകൊണ്ടാണ് പലപ്പോഴും അത്തരത്തിൽ നന്മമരങ്ങളായി പലരും പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. എന്നാൽ സുരേഷ് ഗോപിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള ഇടപാടുകളല്ല സുരേഷ് ഗോപി നടത്തുന്നത്. സ്വന്തമായി അദ്ദേഹം അധ്വാനിക്കുന്ന പണത്തിൽ നിന്ന് ഒരു ഭാഗം അദ്ദേഹം മറ്റുള്ളവർക്ക് നൽകുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ 6 കോടി രൂപ അദ്ദേഹം ഒരു സിനിമയ്ക്ക് വാങ്ങുന്നുണ്ട് എന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. ഇനി 6 കോടി വാങ്ങിയാൽ 4 കോടിയും അദ്ദേഹം ചെലവഴിക്കുന്നത് ഈ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾക്കാണെന്ന് നമുക്കറിയാം. എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മറ്റൊരു തരത്തിലുള്ള ബിസിനസ്സുകളും, എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ മറ്റൊരു ബിസിനസ്സുകളും ഇല്ലാത്ത, സിനിമ മാത്രം ഉപജീവനമാക്കി മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ള, ജനങ്ങളെ സേവിക്കുന്ന ഒരു ജനസേവകനാണ് സുരേഷ് ഗോപി എന്നുള്ളതാണ്. നമുക്കറിയാം മോഹൻലാലും മമ്മൂട്ടിയും അടക്കമുള്ളവർ കോടികളുടെ ആസ്തി ഉണ്ടാക്കി അവരവരുടെ തലമുറയ്ക്ക് വേണ്ടി സമ്പാദിക്കുമ്പോൾ കേരളത്തിൽ തലമുറകൾക്ക് വേണ്ടി ഒന്നും സമ്പാദിക്കാത്ത ഒരാൾ സുരേഷ് ഗോപിയാണ്. സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണം നമ്മൾ കണ്ടതാണ്. അതിനുശേഷം സുരേഷ് ഗോപിയുടെ വീട്, സുരേഷ് ഗോപിക്ക് അധികം പ്രോപ്പർട്ടികളോ അല്ലെങ്കിൽ ഒരുപാട് സാമ്പത്തികമോ ഉള്ളതായി നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സുരേഷ് ഗോപി ഉണ്ടാക്കുന്ന കാശിൻ്റെ നല്ലൊരു ശതമാനം സുരേഷ് ഗോപിയുടെ മകളുടെ പേരിലുള്ള ട്രസ്റ്റിലേക്ക് നിക്ഷേപിച്ചുകൊണ്ട് അതിൽ നിന്നാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള സേവന പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഏതാണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ സിനിമാ രംഗത്തുള്ള അദ്ദേഹവുമായി വളരെ അടുപ്പമുള്ള ഒരാളുമായി ഞാൻ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് 4 കോടി രൂപയുടെയെങ്കിലും കടക്കാരനാണ് ഇപ്പോൾ സുരേഷ് ഗോപി എന്നാണ്. അദ്ദേഹം യഥാർത്ഥത്തിൽ പറഞ്ഞ കാര്യം കുറച്ച് അൺപാർലമെൻ്ററിയാണ്, ഈ വാർത്തയ്ക്കിടയിൽ പറയാൻ കഴിയുന്നതല്ല. അയാൾക്ക് വട്ടാണ്, അയാൾ ഇങ്ങനെ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ നടത്തുന്നത് 4 കോടി രൂപ കടം വരുത്തി ഇപ്പോൾ തന്നെ വെച്ചിട്ടുണ്ട് എന്നാണ്. അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപി ജയിച്ച ശേഷം നടത്തിയ വാർത്താ സമ്മേളനങ്ങളെല്ലാം തന്നെ ഞാൻ എൻ്റെ പാർട്ടിയോട് പറഞ്ഞിട്ടുണ്ട്, തനിക്ക് അഭിനയിക്കാനുള്ള അവസരം തരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനിടയിൽ തെറ്റിദ്ധരിക്കപ്പെട്ടു പോയതോ അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കാൻ മാധ്യമങ്ങൾ ബോധപൂർവമായി ശ്രമിച്ചത് തനിക്ക് 10 വകുപ്പിലെങ്കിലും ഇടപെടാൻ കഴിയണം എന്നുള്ളത് അദ്ദേഹം പറഞ്ഞു എന്നാണ്. അദ്ദേഹം പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയക്കാരൻ്റെ ചടുലതയില്ലാതെയോ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരൻ്റെ കുടിലബുദ്ധി ഇല്ലാതെയോ ആണ്. അദ്ദേഹം പറഞ്ഞത് തനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്, അത്തരം വകുപ്പുകളിൽ ചെല്ലുമ്പോൾ തനിക്ക് തൻ്റെ കാര്യങ്ങൾ നടത്തി കിട്ടാനുള്ള, അല്ലെങ്കിൽ കേരളത്തിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള, തമിഴ്നാടിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള അവസരം കൈവരുമ്പോൾ അദ്ദേഹം പറയുന്നത് തനിക്ക് എന്ത് വേണമെന്നാണ്. അത് അവിടെ ഒരു പ്രാമുഖ്യം കിട്ടുന്ന രീതിയിലേക്ക് മതി എന്നുള്ളതാണ്. അതിൽ കേന്ദ്രമന്ത്രി സ്ഥാനം വേണമെന്നൊന്നും അദ്ദേഹം പറഞ്ഞിട്ടുമില്ല. ഏതായാലും എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അദ്ദേഹം കേന്ദ്രമന്ത്രി സ്ഥാനം വേണ്ട, പകരം ശോഭാ സുരേന്ദ്രനെ സഹമന്ത്രിയാക്കിയാൽ മതി എന്നൊരു ഫോർമുല നേരത്തെ മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലായത്. പക്ഷേ സുരേഷ് ഗോപിയെ തന്നെ കേന്ദ്രമന്ത്രിയാക്കണം എന്ന്
വ്യക്തതയോടുകൂടി ഒരു തീരുമാനം അവിടെ കേന്ദ്ര നേതൃത്വം എടുക്കുകയും അങ്ങനെ സുരേഷ് ഗോപിയെ നിർബന്ധിച്ച് തിരിച്ചു വിളിച്ച് കേന്ദ്രമന്ത്രിസ്ഥാനം നൽകുകയും ചെയ്യുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിന് 4ഓളം സിനിമകൾ ഇപ്പോൾ നിലവിൽ തന്നെ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ചില ട്രോളുകളൊക്കെ ഞാൻ രാവിലെ കണ്ടു. ചിലരൊക്കെ പറയുന്നത് സുരേഷ് ഗോപി ഇപ്പോൾ രാവിലെ കമ്മിറ്റ് ചെയ്തെന്നാണ്. അല്ല, പല ആൾക്കാരും, പല സംവിധായകരും, പലരുമൊക്കെ നേരത്തെ തന്നെ ഇത്തരത്തിൽ അദ്ദേഹവുമായി ചെയ്യാൻ പോകുന്ന സിനിമയെക്കുറിച്ച് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 4ഓളം സിനിമകൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുന്നത് മാത്രമല്ല, അത് പലരും പറഞ്ഞ് നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അദ്ദേഹത്തെ ആക്രമിക്കുക എന്ന ഒറ്റ ഉദ്ദേശത്തോടുകൂടി മാധ്യമപ്രവർത്തകരും ഇടതുപക്ഷവും ഒക്കെ ക്യാപ്സൂളുകളുമായി ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും പ്രധാനമായി പറഞ്ഞ് കേൾക്കുന്ന അദ്ദേഹം രാജിവെക്കുന്നു, കേന്ദ്രമന്ത്രിസഭയിൽ തുടരും, സംസ്ഥാന നേതൃത്വം ചില അസ്വാരസ്യങ്ങൾ സംസ്ഥാന നേതൃത്വവുമായി ഉണ്ട്, അല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വം ചില കൂടിക്കാഴ്ചകൾ നീക്കുപോക്കൽ നടത്തുന്നുണ്ട് എന്നാണ്. കേരളത്തിലെ സംസ്ഥാന നേതൃത്വത്തിന് ആ വിഷയത്തിലൊന്നും ചെയ്യാൻ ഇല്ല. സുരേന്ദ്രൻ്റെ ആ ബൈറ്റ് നമ്മൾ കണ്ടതാണ്. സുരേന്ദ്രൻ പറയുന്നു, ഞാനാണോ അദ്ദേഹത്തെ മന്ത്രിയാക്കിയത്? യഥാർത്ഥത്തിൽ ശരിയാണ്. അദ്ദേഹത്തെ മന്ത്രിയാക്കുന്നത് സുരേന്ദ്രനല്ല, കേന്ദ്ര നേതൃത്വം. BJPയുടെ സംഘടനാ സംവിധാനവും RSSന്റെ സംഘടനാ സംവിധാനവും ഒക്കെ അറിയാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള വിവരക്കേടുകൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ കേന്ദ്ര നേതൃത്വം തീരുമാനിക്കുന്നു, ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി അടക്കം ഇരിക്കുന്ന കമ്മിറ്റികളിൽ തീരുമാനിക്കുന്ന വിവരങ്ങൾ ആരെയാണ് മന്ത്രിയാക്കേണ്ടതെന്നൊക്കെ തീരുമാനിക്കുന്നു. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും അസൗകര്യമോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാവുന്നത് അവിടെയാണ്. അല്ലാതെ സംസ്ഥാന നേതൃത്വത്തിന് അനുനയിപ്പിക്കലോ അല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വത്തിന് അതുമായി ഒരു ബന്ധവുമില്ല എന്ന് സുരേന്ദ്രൻ പറയുന്ന കാര്യങ്ങൾ സംഘടനയെക്കുറിച്ച് അറിയുന്ന ഒരാളെന്ന രീതിയിൽ അത് സത്യമാണ് എന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ മാധ്യമപ്രവർത്തനം പഠിക്കുന്ന മാധ്യമ വിദ്യാർത്ഥികൾ പലപ്പോഴും മാധ്യമപ്രവർത്തനം പഠിക്കുമ്പോൾ ഓരോ സംഘടനയുടെയും, എല്ലാ രാഷ്ട്രീയ സംഘടനയുടെയും സംഘടനാ സംവിധാനത്തെക്കുറിച്ച് പഠിക്കണം. അങ്ങനെ ഒരു സംഘടനാ സംവിധാനത്തെക്കുറിച്ച് പഠിച്ചാൽ മാത്രമേ, പ്രത്യേകിച്ച് ഏത് സംഘടനാ സംവിധാനവും തകർന്നു പോകാവുന്ന സംഘടനാ സംവിധാനങ്ങൾ ഉണ്ട്. പക്ഷേ RSS പോലുള്ള ഒരു സംഘടനാ സംവിധാനം കഴിഞ്ഞ 100 വർഷത്തിനിടയിൽ ഒരിക്കൽ പോലും പിളരുകയോ പ്രശ്നങ്ങൾ ഉണ്ടാവുകയോ ചെയ്യാതെ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്ന ഒരു സംഘടനാ സംവിധാനം, സുശക്തമായ സംഘടനാ സംവിധാനമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ BJPക്കും ആ സംഘടനാ സംവിധാനത്തിൻ്റെ ഗുണങ്ങൾ ലഭിക്കുന്നുണ്ട്. അതേ തരത്തിലുള്ള അച്ചടക്ക ബോധവും BJPയിലുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കാര്യങ്ങളിലൊന്നും സത്യമില്ല എന്ന് നമുക്കറിയാം. ഏതായാലും സുരേഷ് ഗോപി ഇതൊന്നുമല്ല ഫോക്കസ് ചെയ്യുന്നത് എന്ന് നമുക്ക് വ്യക്തമാകുന്നു. സുരേഷ് ഗോപി ഇത്തരത്തിലുള്ള വിവാദങ്ങളിലൊന്നും ഫോക്കസ് ചെയ്യുന്നില്ല. അദ്ദേഹം മന്ത്രിയായി തന്നെ മുന്നോട്ട് പോവുകയും ഒപ്പം സിനിമയിൽ കൂടി സജീവമാകാനുള്ള ഏതായാലും 1-2 വർഷത്തിനകം ഒരുപക്ഷെ അദ്ദേഹത്തെ കേന്ദ്രമന്ത്രി സ്ഥാനത്തേക്ക് തന്നെ ക്യാബിനറ്റ് പദവി നൽകിക്കൊണ്ട് തന്നെ ഈ സിനിമകളുടെ കാലാവധി തീരുമ്പോൾ, സിനിമകളുടെ ഷൂട്ടിങ്ങും മറ്റു പ്രശ്നങ്ങളും തീരുമ്പോൾ പുതിയവ കമ്മിറ്റ് ചെയ്യാതെ അദ്ദേഹം വീണ്ടും കേന്ദ്രമന്ത്രിസഭയുടെ ക്യാബിനറ്റ് പദവിയിലേക്ക് തന്നെ എത്തിച്ചേരും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഏതായാലും സുരേഷ് ഗോപിയെ വലിയ രീതിയിൽ ആക്രമിക്കാൻ വീണ്ടും അതിനുള്ള ശ്രമങ്ങൾ കേരളത്തിലെ മാധ്യമങ്ങളും ഇടതുപക്ഷവും ചെയ്യുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.